എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2 റോസാ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആ റോസാ പ്ലാന്റ് പോട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഇത് നിറയെ ബുഷിയായിട്ട് നിറയെ ഫ്ലവർ വരാനായിട്ട് ഒരു വളം കൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം റോസ 2 പ്ലാന്റ് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ നമ്മൾ പ്ലാന്റ് വാങ്ങിക്കും, ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്ലവർ കാണും. പിന്നെ 1-2 ഫ്ലവർ ചിലപ്പോൾ ആ പ്ലാന്റ് തന്നെ നശിച്ചു പോകും. എന്താണ് കാരണം, നമുക്കിതുപോലെ ഫ്ലവർ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അണ്ണനാണേ എനിക്ക് പറഞ്ഞത്, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്ത് ഇത്രയും ഫ്ലവർ ഉണ്ടാക്കണത്, അങ്ങനെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഈ റോസ് 2 എടുത്ത്. അപ്പോൾ അത് ഞാൻ പോട്ട് ചെയ്യുന്ന രീതി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് നല്ല ലൂസായിട്ടുള്ള പോട്ട് മിക്സാണ്. ഇതിൽ മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി, അല്പം വേപ്പ് പൊടി ഇട്ടിട്ടുണ്ട്, എല്ലുപൊടി ഇട്ടിട്ടുണ്ട് ഇതിൽ. പിന്നെ ഒരു സീക്രട്ട് വളം, ആ ഒരു വളം കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ എന്താണെന്ന് കാണിച്ചു തരാം, എന്താണെന്ന് പറയാം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ചെളി കെട്ടാത്ത പോട്ട് മിക്സാണ് നമുക്ക് ഈ റോസിന് നല്ലത്. അപ്പോൾ അതൊന്ന് നമുക്ക് നടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കല്ല്, ഹോളിൽ കൂടെ നമ്മളിടുന്ന വളമൊക്കെ ഒന്ന് ഒഴുകി പോവാതിരിക്കാനൊക്കെയാണ് ഇങ്ങനെ ഇടുന്നത്. ഇങ്ങനെ എപ്പോഴും ഇട്ടിട്ട് മാത്രമാണ് നമുക്ക് പോട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നടാനായിട്ട് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ റോസ കവറിന് ചട്ടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഇതിലോട്ട് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് ഇതിൻ്റെ ബാക്കിയുള്ള മണ്ണും കൂടെ ഇതിൽ ഇട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും, എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണതുമായിരിക്കും. പക്ഷേ ഈ രീതിയിൽ ഇങ്ങനെ ഒരു വളം കൂടെ ചേർത്തിട്ട് നട്ടാൽ ചെടി നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഫ്ലവറും നന്നായിട്ടുണ്ടാകും. ചെടി നല്ല കരുത്തോടെ വരുള്ളൂ. നല്ല കരുത്തായിട്ട് വന്നാലേ, നല്ല ബ്രാഞ്ച് സ്റ്റാക്കൊക്കെ ഇട്ട് വന്നാലേ നിറയെ ഫ്ലവർ കിട്ടുള്ളൂ നമുക്ക്. എന്താ, ഇതിൽ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും ഒരുപാട് മുട്ടുണ്ട് ഇതിൽ, എന്താ എല്ലാത്തിലും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ റോസിന് നമ്മൾ സാധാരണ ചെടിയൊക്കെ ചെയ്യും പോലെയല്ല, 15 ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് വളം നമ്മൾ കൊടുക്കണം. വളം കൊടുത്താലേ ചെടിയിൽ നിറയെ ഫ്ലവർ കാണുള്ളൂ. നമുക്ക് ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളം അതുപോലെ ചെയ്ത് കൊടുക്കണം. വേറെയുള്ള പ്ലാന്റിനൊന്നും അത്രയ്ക്കൊരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ റോസിന് നമ്മളങ്ങനെ ചെയ്താൽ മാത്രമേ നിറയെ മുട്ടും പൂക്കളും ലീഫ് നമുക്ക് ചെടികൾ നന്നായിട്ട് നിൽക്കുള്ളൂ. ചെടി നല്ല ബുഷിയായിട്ടും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഈ വളം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നട്ട് കഴിഞ്ഞ് അടുത്തത് പിന്നീട് നടാം. ഇതിലപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന വളം ഏതാണെന്ന് നിങ്ങളെ കൂടെ കാണിക്കാമേ. ഇത് കണ്ട, ഇതാണ് വളം. എന്താണ് മനസ്സിലായ? DAP ആണ്. ഈ DAP നമ്മൾ ഈ മണ്ണിൽ ചേർത്തിട്ടുണ്ട്. ഈ DAP ഇവിടെ മണ്ണിൽ നമ്മൾ ചേർത്തിട്ടാണ് ഈ നമുക്ക് പോട്ട് മിക്സ് തയ്യാറാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ നമ്മൾ പോട്ട് ചെയ്യണം, എന്നാലേ റോസ് നല്ലതായിട്ട് കരുത്തോടെ വരുള്ളൂ. അവരിതിൽ വളം ചെയ്തിട്ടുണ്ട്. ആ വളത്തിൻ്റെ എന്നാലും നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഈ വളം പെട്ടെന്നൊന്നും അതിൽ പിടിക്കില്ല. എന്തായാലും ഒരാഴ്ചയൊക്കെ ആയാലേ ഈ ഇതിൽ ചെടിയിലോട്ട് ആവുള്ളൂ. അപ്പോഴേക്കും അവരിട്ട് കൊടുത്ത വളങ്ങളെല്ലാം കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഒരു വളവും ഇല്ലാതെ പോട്ട് മിക്സ് ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ റോസ് നട്ട് വയ്ക്കുന്നത്. അതാണ് നമ്മളെ റോസ് നല്ല പുഷ്ടിയില്ലാതെ ഫ്ലവർ ഇല്ലാതെയൊക്കെ പോണത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് 15 ദിവസം കൂടുമ്പോൾ വീണ്ടും വളങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ വളങ്ങളും മാറ്റി നമ്മൾ കൊടുക്കണം റോസയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ഷെയറും കൂടെ ചെയ്യണം. ഓക്കേ.